ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയാണ് വിശേഷം? നമ്മളിന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. വെറൈറ്റി ഇഷ്ടപ്പെടുന്നവരാണല്ലോ നമ്മളെല്ലാവരും. അപ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ടൊരു തോരൻ വെച്ചാലോ? നമ്മൾ ഈ പച്ച തക്കാളി വെച്ചിട്ട് ഒരു തോരനാണ് വെക്കാൻ പോകുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കണ്ട. എൻ്റെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഈ ചാനലിലെ വീഡിയോ ഒന്ന് കാണുവാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ഇവിടെ ഞാൻ കുറച്ച് പച്ച തക്കാളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ ടൊമാറ്റോ ഇല്ലേ, പഴുക്കാത്ത നല്ല പച്ച ടൊമാറ്റോ, പഴുക്കാത്തത്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി മാറ്റി വയ്ക്കാം. പെട്ടെന്ന് തയ്യാറാക്കാം കേട്ടോ. ചോറിനോടൊപ്പം പെട്ടെന്ന് തയ്യാറാക്കാം. ഒരു 5 മിനിറ്റ് പോലും വേണ്ട ഈ തോരൻ വയ്ക്കാനായിട്ട്. ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുകിട്ട് പൊട്ടുമ്പോൾ 2 വറ്റൽമുളകൊക്കെ ഇട്ട് ഒരു തണ്ട് കറിവേപ്പിലേക്ക് ഇട്ട് ഒന്ന് ഇതായി വരുമ്പോഴത്തേക്കും നമ്മൾ ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ പച്ചക്കറികളിലൊക്കെ വെള്ളം ചേർക്കാത്ത തോരൻ വയ്ക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ. ഒരിക്കലും വെള്ളം ചേർക്കാൻ പാടില്ല. ഇനി ഇതിലേക്ക് ഞാനൊരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുമ്പോൾ ചെറിയൊരു പുളിപ്പുണ്ടാകും കേട്ടോ. നമ്മൾ ഈ തക്കാളിയുടെ പുളിയുണ്ടല്ലോ, ആ ഒരു ചെറിയ പുളിപ്പായിരിക്കും. പക്ഷേ എരിവും പുളിയും ഒക്കെ കൂടി ചേർന്ന ഒരു നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒന്ന് പച്ചത്തക്കാളി കിട്ടുന്ന സമയത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. ഞാനിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പിട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ടൊന്ന് വാടിക്കിട്ടും. അപ്പോൾ ഇതുപോലെ ഒന്ന് വാടിയതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചാൽ മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇച്ചിരി തേങ്ങ മതി. ഇച്ചിരി തേങ്ങയും മഞ്ഞൾപ്പൊടിയും ഇച്ചിരി മുളക് പൊടിയും ഇച്ചിരി നമ്മുടെ ചെറിയ ജീരകവും 2 കഷ്ണം നമ്മുടെ വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്ത് ഇതിലേക്കങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോഴത്തേക്കും വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ. മിക്സ് ചെയ്ത് നന്നായിട്ട് ഇതൊന്ന് ഈർപ്പമെല്ലാം വറ്റി കിട്ടുന്നത് വരെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. എങ്കിലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. നല്ലൊരു ടേസ്റ്റാണേ. നമ്മൾ ഈ പറഞ്ഞു തീരുന്ന മുമ്പേ തന്നെ നമ്മുടെ ടൊമാറ്റോ അല്ലെങ്കിൽ പച്ചത്തക്കാളി തോരൻ ഇവിടെ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ. വളരെ സിമ്പിളാണ്. നമുക്ക് വേറെ ഒന്നും വേണ്ട കേട്ടോ. ഇച്ചിരി ഒരു മുട്ട ഓംലേറ്റും കൂടെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും. അതുവരെ എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ടാറ്റാ.